ഹായ് ഹലോ എല്ലാവർക്കും മഞ്ജുസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിങ്ങനെ ഒരുങ്ങി എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നില്ലേ? നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കല്യാണ ഫംഗ്ഷനിങ് അടുത്തെത്താറായി. അപ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോകുന്നതാണ്. വഴിയിലെത്തിയ ബേബി മോന് ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയോണ്ട് കടയിലിറങ്ങി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അവന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി അതും കൊടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. വയറ് വിശക്കാൻ തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കടയിൽ കയറിയപ്പോൾ എന്നാലും ഇങ്ങോട്ട് പുട്ടും ബീഫും ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം പുട്ടും ബീഫും ഇതിൻ്റെ കോമ്പിനേഷൻ വീഡിയോസ് ഒരുപാട് കണ്ട് കൊതിച്ചിരുന്നത് സംഭവമായിരുന്നു. അങ്ങനെ അതങ്ങ് ആസ്വദിച്ച് കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പരിപാടി തുടങ്ങി. എവിടെയാണെന്ന് അറിയാമോ? കല്യാൺ സിൽക്സിലായിരുന്നേ. അപ്പോൾ സാരി എടുക്കലായിരുന്നു നമ്മുടെ മുഖ്യ ദൗത്യം. സാരി എടുക്കാൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ നാത്തൂനായ ശില്പയാണ്. ഗൈസ്, ശില്പ ഇതാണ് എൻ്റെ നാത്തൂൻ കേട്ടോ. അപ്പം പുള്ളിക്കാരത്തിക്ക് സാരി എടുക്കാനായിട്ടാണ്. കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ശില്പ, എൻ്റെ നാത്തൂൻസ്. അപ്പം സാരി എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ സാരി എടുത്തായിരുന്നു കല്യാണ സിൽക്സിൽ നിന്ന്. അപ്പം എനിക്ക് സാരിയെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മാറി നിന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അവൾക്കിടയിൽ സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞത് സുമ എന്ന് പറഞ്ഞ് സെയിൽസ് ഗേളിൽ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. നല്ല സർവീസായിരുന്നു പുള്ളിക്കാരത്തിയെ. അങ്ങനെ ആൾ സെക്കൻഡ് കൊണ്ട് ഈ സാരി ഉടുക്കുവാണേ. എന്ത് രസമായിട്ട് ഉടുപ്പിച്ചതെന്ന് അറിയോ? ഞാൻ ഇത്രയും കാലം കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പറ്റാത്തൊരൊറ്റ പരിപാടിയായി സാരി ഉടുക്കൽ. അപ്പം നല്ല ഭംഗിയായിട്ട് സാരി ഉടുപ്പിച്ച് കൊടുത്തു. നന്നായി, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ വേറൊരു സാരിയും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സാരിയും സുമ നല്ല സെക്കൻഡുകൾ കൊണ്ട് നന്നായിട്ട് ഉടുപ്പിച്ച് കൊടുത്തു. സുമയെന്ന് തന്നെയാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അങ്ങനെ ആ സാരിയും ഉടുക്കുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. എനിക്കിതുപോലെ ഒന്ന് ഉടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് എനിക്കുള്ള കുറച്ച് സാരി അങ്ങ് നോക്കി വെച്ചു. അപ്പോൾ എനിക്ക് സാരി സെലക്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടേ. എൻ്റെ കൂടെ വന്നവരൊക്കെ ഓരോ കളറ് എനിക്ക് ചേരുമോ ചേരൂല എന്നൊക്കെ അവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശില്പി സാരി ഉടുക്കുന്നത് ഒന്നും കൂടി ഞാൻ നോക്കി. ബ്ലൗസിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും എൻ്റെ ബ്രദറും കൂടെയൊക്കെ സാരി എനിക്ക് കളർസില്ല, അത് വേണ്ട ഇത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 കളർ ഞങ്ങൾ ചൂസ് ചെയ്തു. സോ അതിൽ ഫസ്റ്റ് കളറാണ് ഈ പിങ്ക്. ഗ്രീൻ കളർ ഒരു ബ്ലൗസും വരുന്നത്. അതിനകത്ത് ഡെക്കറേഷൻ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുമ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ സാരി ഉടുക്കൽ പരിപാടിക്ക്. സോ എന്തായാലും നന്നായിട്ട് ഞാൻ ഈ സാരി ഉടുത്ത പൊതുവേ എനിക്ക് വലിയ വണ്ണം തോന്നുന്ന രീതി ഈ സാരി അങ്ങനെ ഉടുക്കാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഒതുക്കി നല്ല വൃത്തിക്ക് സാരി ഉടുപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നാൽ കൊള്ളാലോ, ഉടുക്കാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ഈ കളർ സാരി ഉടുത്തത് ഓക്കെ എന്നുള്ള മനസ്സിലിങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി എനിക്കെപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും അടുത്ത കളറോട് കൊടുത്ത് നോക്കാം. ഒരു അഹങ്കാരം കണക്കെ ഇന്ന് അടുത്തത് കൊടുത്താൽ ഇതിൽ നിന്ന് നന്നായിരിക്കും എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ എനിക്ക് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് സൈഡ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കി. ഒക്കെ കൊള്ളാം. അങ്ങനെ ഞാൻ അടുത്ത സാരി ഇങ്ങോട്ട് എടുത്ത് കൊടുത്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് അടുത്ത സാരി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ഇരിക്കട്ടെ എന്നുള്ള ധാരണയിൽ അത് മറ്റതും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മറ്റേ സാരിയും കൂടി ഞാൻ എടുത്ത് ഉടുക്കാനായിട്ട് അവരെടുത്തുകൊണ്ട് വന്നായിരുന്നേ. അങ്ങനെ മറ്റേ സാരിയുടെ കളറാണ് ഈ മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയത്തില്ല, അതും ഒരു ബ്ലൂ കളർ ബ്ലൗസുമായിരുന്നു. പക്ഷേ അതും നല്ല കളറായിരുന്നു. പിന്നെ ഈ ഒരു ദിവസത്തേക്ക് കൊടുത്തിട്ട് ഈ സാരി ഞാൻ ഷെട്ടിക്കയറ്റത്തേ ഉള്ളൂ. ഇതാണ് എൻ്റെ പ്രധാന പരിപാടിയെ. അങ്ങനെ അതുകൊണ്ട് അത് വേണ്ട, ആദ്യം ഉടുത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് എടുത്തിട്ട് റിസപ്ഷൻ കൊടുക്കാനുള്ള സാരി എടുക്കാനായിട്ട് വന്നേ. അങ്ങനെ ശില്പിക്ക് നെറ്റിൻ്റെ സാരി മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കി. അങ്ങനെ നെറ്റിൻ്റെ സാരിയിൽ ഒരുപാട് സീക്വൻസ് വർക്കുള്ളത്, ത്രെഡ് വർക്കുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീക്വൻസ് വർക്കും മറ്റേ സ്റ്റോണിൻ്റെ വർക്കൊക്കെ വരുന്നതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടല്ലേ, മുമ്പോട്ടത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പാടാം. അപ്പോൾ ത്രെഡ് വർക്ക് നമ്മൾ ഓക്കെ അല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ത്രെഡ് വർക്കുള്ള സാരി എടുത്തപ്പോൾ ഞാനും എന്നെ നിന്ന് നോക്കി അത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ സാരിക്ക് സെലക്ട് ചെയ്തു. പിന്നെ ബ്ലൗസ് പീസൊക്കെ കട്ട് ചെയ്യാനൊക്കെ പോയി. അങ്ങനെ ബ്ലൗസ് പീസൊക്കെ സെലക്ട് ചെയ്ത് അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് എത്ര മീറ്റർ വേണോ നമ്മൾ പറഞ്ഞാൽ മതി, അവർ തന്നെ അതെല്ലാം എടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ ആ മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ പോയി ഒന്നും കൂടെയൊക്കെ അവിടേക്ക് ഒന്ന് നോക്കി. എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ പോത്തീസിലോട്ടാണ്. ഗെയ്സ്, പോത്തീസിൽ പോയപ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ, നല്ല അടിപൊളി മോരും വെള്ളവും വെള്ളരിക്ക ഇട്ട മോരും വെള്ളമാണേ. അത് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ പർച്ചേസ് തുടങ്ങുന്നതിന് മുമ്പേ അതൊക്കെ കുടിച്ചിട്ടൊന്ന് പർച്ചേസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതൊക്കെ ഓരോ ഗ്ലാസ് എടുത്ത് കുടിച്ചു. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഈ സാധനം എസ്കലേറ്റർ എന്നല്ലേ ഇതിന് പറയുന്ന. ഗൈസ്, ഫസ്റ്റ് തിരുവനന്തപുരത്ത് ബിഗ് ബസാർ വന്ന സമയത്ത് ഞാൻ അവിടെ പോയി ഇതിൽ കയറി മൂക്കും കുത്തി വീണതിന് ശേഷം ഈ സാധനം എവിടെ കണ്ടാലും എനിക്ക് വലിയ പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കയറാൻ ഞാൻ നിരന്തരം ശ്രമിച്ചിട്ടും എനിക്ക് പേടി ഇതുവരെ മാറാത്തോണ്ട് ഞാൻ ഇതിലങ്ങനെ കയറാറില്ല. ഞാൻ ഇവരെക്കാളും മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പം മോള് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് അങ്ങോട്ട് നോക്കുക, അമ്മേ ഇത് കൊള്ളാമോ ഇത് കൊള്ളാമോ, എല്ലാം അടിപൊളി കൂളിംഗ് ഗ്ലാസ്സാണ്, നീ അവിടെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോപ്പിങ്ങൊക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞപ്പം വേറിൻ്റെ വിശപ്പ്, എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഒരു മെനു വലിയ ബുക്കൊക്കെ തന്നു. ഇതിൽ കാണുന്ന ഏത് സാധനം വാങ്ങുമെന്നുള്ള വെപ്രാളത്തിൽ എല്ലാവരും ഓരോ ഐറ്റം അങ്ങ് പറഞ്ഞ് അതൊക്കെ കഴിച്ച് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ നേരെ ജയലക്ഷ്മിയിൽ കയറി.
കല്യാണപ്പയ്യന് ഡ്രസ്സ് എടുത്തില്ല. അങ്ങനെ ജയലക്ഷ്മി കയറി ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അവിടെ കയറി അങ്ങോട്ട് നോക്കിയപ്പോൾ എനിക്ക് അയ്യോ വയ്യേ ഇതൊക്കെ കണ്ടിട്ട് തലകറങ്ങുന്നതെന്നും പറഞ്ഞ് ഞാൻ അവിടെ കസേരയിൽ അങ്ങ് ഇരുന്നു. എനിക്ക് വയ്യ. അപ്പോൾ എല്ലാവരും പറഞ്ഞു സമയം പോകുന്നു, പെട്ടെന്ന് പോയി എടുത്തിട്ടോ, പെട്ടെന്ന് പോയി എടുത്തോന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി എടുക്കാനായിട്ട് പോയതാണ്. എനിക്ക് ചുരിദാർ മാത്രമേ വരൂ. അപ്പോഴത്തേക്ക് വീണ്ടും തലവേദന വന്നുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. മലബാർ സ്നാക്സ് എന്ന് പറയുന്ന ഒരു കടയിൽ കയറി ചായ കുടിച്ചത്. പിന്നെ ഇന്ന് വരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. രാത്രിത്തെ ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങിലെത്തി. നല്ലൊരു മന്തി സ്പോട്ടിൽ പോയി മന്തി കഴിക്കാനായിട്ട് കയറി. നല്ല മട്ടനും മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നത്തെ യാത്ര അടിപൊളിയായി വീട്ടിലെത്തി. ബൈ.